നീ എന്താ രാവിലെ ഇങ്ങോട്ട് വന്ന? ഇന്ന് സൺഡേ അല്ലേ, വെറുതെ ഹോസ്റ്റലിൽ നിന്നപ്പോ ബോറടിച്ചു. അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണാന്ന് കരുതി. ആ ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. കൈലാഷ്, നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ഡാഡി? ഞാനും സീതയും കുറെ നാളായി നിന്റെ കല്യാണത്തെപ്പറ്റി സംസാരിക്കുന്നു. നീ ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. നീ ചെറിയ പയ്യനൊന്നുമല്ല. പ്രണയ നൈരാശ്യം മൂത്ത് ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. നിനക്ക് സ്വന്തമായൊരു കുടുംബം തുടങ്ങാനുള്ള സമയമായി. ഇനിയും നീ ഇങ്ങനെ സമയം കളയുന്നത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ നിനക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആ കുട്ടി നിനക്ക് നന്നായി ചേരുമെന്നാ ഞങ്ങളുടെ വിശ്വാസം. ആ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുന്ന നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചത്? ഞാനിതിനെ സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സമ്മതിച്ചേ പറ്റൂ. നിന്റെ ഇഷ്ടങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നിട്ടും ഞങ്ങളതിന് സമ്മതിച്ചില്ലേ? പാർവതിയെ മരുമകളാക്കാൻ ഞാൻ തയ്യാറായില്ലേ? പാർവതിക്ക് താല്പര്യമില്ലാത്തത് ഞങ്ങളുടെ കുറ്റാണോ? ഇനി നീ ഞങ്ങളുടെ ഇഷ്ടങ്ങളെ ബഹുമാനിക്കാൻ ശ്രമിക്ക്. ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല മമ്മി. ഒരു ഫോട്ടോ നോക്കി കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. ആ പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. അതൊക്കെ ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നീ പറയുന്ന ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പെൺകുട്ടിയെ നിനക്ക് നേരത്തെ പരിചയമുണ്ടെങ്കിൽ നീ കല്യാണം കഴിക്കോ? അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഞാൻ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഉള്ളത്. ഈ കാരണം പറഞ്ഞുകൊണ്ട് നീ എത്ര കാലം ഒഴിഞ്ഞു മാറി നടക്കും? കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി നിന്റെ ഭാര്യയായി ജീവിതത്തിലേക്ക് വരുമ്പോ നിന്റെ മാനസികാവസ്ഥയൊക്കെ തനിയെ മാറിക്കോളും. ഡാഡി, നീ വെറുതെ വാശി പിടിക്കരുത്. ഞങ്ങളൊന്നും കാണാതെ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങള് നിനക്ക് വേണ്ടി കണ്ടുവച്ച പെൺകുട്ടി ആരാണെന്നെങ്കിലും നീ ഒന്ന് ചോദിക്കേ. അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെയും കുടുംബത്തെയും അവൾ നന്നായിട്ട് നോക്കും. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? ഇവളുടെ കാര്യമാണ്. മുക്തയാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി കണ്ടുവച്ച പെണ്ണ്. അയ്യോ, എന്തിനാ നീ ചിരിക്കുന്നേ? നീ എന്തിനാ ചിരിക്കുന്നേന്ന്? നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്യാൻ നോക്കല്ലേ? മുക്തേ, ഞാൻ കല്യാണം കഴിക്കാനോ? ഇറ്റ്സ് എ നൈസ് ജോക്ക്. മോളെ, നീ കരയല്ലേ? കൈലാഷ്, സ്റ്റോപ്പ്. നിങ്ങൾ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? ഞങ്ങൾ മാത്രമല്ല, മുക്തയും നിന്റെ കാര്യത്തിൽ സീരിയസാ. ഷീ ഈസ് ഇൻ ലവ് വിത്ത് യു. വാട്ട്? യെസ്. കുട്ടിക്കാലം മുതൽ മുക്തയ്ക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഞങ്ങളോട് അവൾ അതിപ്പോഴാ പറഞ്ഞത്. ഇവളെ നിനക്ക് വർഷങ്ങളായി അറിയില്ലേ? എടാ, നിന്നെയും നമ്മുടെ കുടുംബത്തെയും അവൾ നന്നായി നോക്കുമെന്ന് എനിക്കുറപ്പാ. ഇനി പറ, മുക്ത നിനക്ക് നല്ലൊരു ഭാര്യ ആവില്ലേ? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, ഡാഡ്. പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നോൺസെൻസോ? കല്യാണക്കാരി സംസാരിക്കുന്നതാണോ നോൺസെൻസ്? നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുക്ത എന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാ. ഞാൻ ഇവളെ ഒരിക്കൽ പോലും ആ രീതിയിൽ കണ്ടിട്ട് പോലുമില്ല.
അങ്ങനെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ എങ്ങനെയാ തീരുമാനിച്ചത്? ഐ എം സോറി, ഇതൊരിക്കലും നടക്കില്ല. മുക്ത, ദേ, ഞാൻ കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ട് ഇവരെന്തൊക്കെയോ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാ എനിക്ക് തോന്നുക. നീ പണ്ടത്തെ പോലെ എന്റെ നല്ലൊരു ഫ്രണ്ട് ആയിട്ടിരുന്നാ മാത്രം മതി. കൈലാഷ്, മുക്ത, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ച് കൂട്ടണ്ട. ഇത് നടക്കില്ല. ഐ എം റിയലി സോറി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാൻ സാവകാശം സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. അങ്കിൾ, ഞാൻ കൈലാഷിനോടൊന്ന് സംസാരിച്ച് നോക്കിക്കോട്ടെ. മുക്തേ, നീ പോയി സംസാരിക്കും മോളെ. നിന്റെ മനസ്സിലുള്ളതൊക്കെ അവനോട് തുറന്നു പറ. അവന്റെ മനസ്സ് മാറും, അതെനിക്ക് ഉറപ്പാ. മുക്ത, നീ ഇപ്പൊ തന്നെ പോകണ്ട. അവൻ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ. അവനോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് ആദ്യം ഒരു ധാരണ ഉണ്ടാക്ക്. എന്നിട്ട് സംസാരിച്ചാ മതി. നീ അകത്തോട്ടില്ലേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. സീതേ, നീ അവൾക്ക് വെറുതെ പ്രതീക്ഷ നൽകരുത്. സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകുമ്പോ അവൾക്കത് ഇന്ന് കരകയറാൻ പറ്റിയെന്ന് വരില്ല. എന്തു വില കൊടുത്തും ഞാൻ കൈലാഷിനെ കൊണ്ട് മുക്തയെ വിവാഹം കഴിപ്പിച്ചിരിക്കും. ഇതെന്റെ തീരുമാനമാണ്. എനിക്കിപ്പോ എങ്ങനെയുണ്ട് പാറു? ഭേദമായി. നന്നായി. നിന്റെ അസുഖത്തിന് കുറവില്ലെങ്കിൽ സൗന്ദര്യയുടെ കണ്ണ് വെട്ടിച്ച് ആശുപത്രിയിലേക്ക് എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. പാറു, പേടിക്കാനൊന്നും ഇല്ല ചേട്ടാ. മരുന്ന് കഴിച്ചപ്പോ ആള് നല്ല ഉഷാറായി. എന്നാലും ചേട്ടനൊന്ന് സംസാരിക്കേ, ഞാൻ ഫോൺ കൊടുക്കാം. പാറു, സംസാരിക്കേ. ആരാ? പ്രിയ ചേട്ടൻ. എന്തിനാണ് നീ അവനെ വിളിച്ചേ? പാറു, നീ സംസാരിക്കേ. ദാ വാങ്ങ്. ഹലോ. ഇപ്പോഴും നിന്റെ അസുഖം മാറിയിട്ടില്ലല്ലേ? ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. അത് മരുന്ന് കഴിച്ചുകൊണ്ടല്ലേ? അതിനു മുമ്പ് തലചുറ്റലും ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് സൗസവ് പറഞ്ഞല്ലോ.